ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ ഒരു ഉപകാരമാണ്. ഇത് ഞങ്ങളുടെ കടമയല്ലേ. സത്യപാലൻ ഞങ്ങളുടെ കൂടെ വരുന്നോ? എവിടേക്ക്? പട്ടണത്തിലേക്ക്. അവിടെ വന്നാൽ സത്യപാലൻ ഞങ്ങൾ നല്ലൊരു ജോലി തരാം, നല്ല ശമ്പളം കിട്ടും, സുഖമായി ജീവിക്കാം. അയ്യോ സാറേ, ഞങ്ങൾക്കിവിടെ പരമാനന്ദ സുഖമാണ്. ഇതാണ് ഞങ്ങളുടെ അഡ്രസ്. എപ്പോഴെങ്കിലും ഞങ്ങളുടെ സഹായം വേണ്ടി വന്നാൽ വരാൻ മടിക്കരുത്. എന്നാ വരട്ടെ. നീ ഇത് വെച്ചോ, നോക്കപ്പാ. അല്ല, നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നു. ആ, എന്നും പറഞ്ഞിരുന്നാൽ ഈ മണ്ണിനടിയിൽപ്പെട്ട് ചാകാം, അതേ തരവുള്ളൂ. വല്ല അകന്ന ബന്ധുക്കാരോ സ്വന്തക്കാരോ ഉണ്ടോ നോയിക്കൂടെ? എവിടേക്കാന്ന് വെച്ചാ പോവാ. ആ, ഇവിടേക്കായാലും പോവാതെ തരവില്ലല്ലോ. സർക്കാരിൽ നിന്ന് വരെ ഉത്തരവുണ്ടായിരിക്കുന്നു, ഇവിടെ ആരും മഴക്കാലം മാറും വരെ താമസിക്കരുത്. അന്തോണി എവിടേക്കാ? ഞങ്ങളുടെ ഇളയപ്പന്റെ വീടുണ്ട് മലയാറ്റൂര്. ഇനി അവിടെ എവിടെയെങ്ങാനും കൂടാമെന്ന് വിചാരിക്കുക. അല്ല, സത്യപാലിനെ അന്ന് പട്ടണത്തിൽ നിന്ന് വന്ന മുതലാളിമാരെ വിളിച്ചു വരും. അവരെ ഒന്ന് പോയി കണ്ടാലെന്താ? ആ, ശരിയാ സുശീലേ. പട്ടണത്തിൽ പോയി മുതലാളിമാരെ കണ്ടാൽ അവർ നമുക്ക് എന്തെങ്കിലും ജോലി തരാതിരിക്കില്ല. നമുക്ക് പട്ടണത്തിലെ അമ്മായിരെ അവിടെ താമസിക്കുകയും ചെയ്യാം. തട്ടി നോക്കാം. അല്ല, ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്താ വരുന്ന വിവരം അറിയിച്ചില്ലല്ലോ. അകത്തേക്കൊരു വരൂ വരൂ വരൂ. നമ്മുടെ ഇവിടെ തന്നെ വാ. ആ, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ഉരുളുപൊട്ട് ഞങ്ങളുടെ വീടൊക്കെ തകർന്നു പോയി. ഓ മൈ ഗോഡ്! ദൈവം തരുന്നത് രണ്ട് കൈനീട്ട് വാങ്ങുക എന്നല്ലാതെ നമ്മൾ എന്താ ചെയ്യാ? അയ്യോ കഷ്ടം. അമ്മാവൻ പുറത്തു പോയോ? ഇവിടെ അകത്തുണ്ട്. ദേ ഒന്നിങ്ങോട്ട് വന്നേ. ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നൊന്ന് നോക്കണം. ഇനി വരൂന്നേ.
സത്യപാലല്ലേ? എന്താ എല്ലാവരും വന്ന കാലിൽ തന്നെ നിൽക്കുന്നത്? ഇരിക്കൂ ഇരിക്കൂ. നിങ്ങൾ എന്തായി പറയുന്നത്? വന്ന വിവരങ്ങളൊക്കെ പറയാതെ അവൻ ഇരിക്കുമോ? നിങ്ങളൊരു മണ്ടൻ തന്നെ. അവിടെ നിന്നിട്ട് ഇനിയും അതുകൊണ്ട് രണ്ട് കൽപ്പിച്ച് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നാൽ ഒരു ജോലി ഏർപ്പെടുത്തി തരാമെന്നൊരു മുതലാളി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? മുതലാളി. ജോലി ശരിയാകുന്നവരെ ഇവിടെ കൂടാമല്ലോ. എന്റെ പൊന്നു മക്കളെ, ഇവിടെ 4 ബെഡ്റൂം ഉണ്ട്. ഒന്ന് എനിക്ക്, ഇനിയൊന്ന് എന്റെ കുഞ്ചേട്ടന്, മൂന്നാമത്തത് ഫൽഗുമോന്, നാലാമത്തത് എന്റെ പപ്പിക്ക്. പപ്പിയോ? അതാരാ? അറിയില്ലേ? ഞങ്ങളുടെ ഡോളിംഗ് ഡോഗി. ആ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയോ? മോന് പട്ടിക്കുട്ടി എന്ന് വെച്ചാൽ ജീവനാ. ഞങ്ങൾ അവിടെ കൂടെ കഴിഞ്ഞോളാം. അയ്യോ, അവിടെ അവക്ക് കിടക്കാൻ തന്നെ സ്ഥലമില്ല. പോരാത്തതിന് അവിടെ വിരിച്ചിരിക്കുന്നതേ വലിയ വില കൂടിയ കമ്പളാ. ആ, അപ്പൊ ഞങ്ങൾ അടുക്കളയിൽ കിടന്നോളാം അല്ലേ സുശീലേ? അമ്മായി, ജോലി കിട്ടിയാൽ ഉടനെ ഞങ്ങൾ മാറിത്തരാം. ആ, അതൊരു കാര്യമാ. ഒരു കാര്യമില്ല, നിങ്ങളൊരു മണ്ടനാ. എന്റെ പൊന്നു മക്കളെ, അടുക്കളയിൽ ഒരു സൗകര്യമില്ല. പോരാത്തതിന് സർവന്റ് ഗോപാലൻ അവിടെയാ കിടക്കുന്നത്. അവിടെ ഉള്ളത് മുഴുവനും വലിയ വില കൂടിയ ഇലക്ട്രിക് സാധനങ്ങളാ. ഇവരറിയാൻ പാടില്ലാതെ വല്ലതും കയറി തൊടുകയോ പിടിക്കുകയോ ചെയ്ത അപകടമല്ലേ? അല്ലേ എന്റെ കുഞ്ചേട്ടാ? അതെ. വരൂ, നമുക്ക് പോകാം. അമ്മായിയുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് നിങ്ങളല്ലേ നിർബന്ധം പിടിച്ചത്? ഇപ്പൊ മതിയോ? നടക്ക. അയ്യോ, എന്റെ മക്കളെ, ഈ വീട്ടിൽ വന്നിട്ട് ഒരു കാപ്പി പോലും കുടിക്കാതെ പോവുകയെ. ഇത് കണ്ടോ കുഞ്ചേട്ടാ? മക്കളെ, ഇത് നിന്റെ സ്വന്തം വീട് പോലെ കരുതിക്കണം. എപ്പ വേണമെങ്കിലും വരികയോ പോവോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കേട്ടാ. സരസ്വതി ദൈവദോഷം ഉണ്ടാകും. നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാറുണ്ടല്ലേ? നിങ്ങൾ അങ്ങോട്ട് പോണം. ഞാൻ വരുന്നുണ്ട്. പോണം.